നമ്മളെവിടെയാണെന്നറിയോ? നമ്മൾ കണിക്കൊന്നപ്പൂ പറിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഗ്രീഷ്മേൻ്റെ വീട്ടിലാണ് ഇത്തവണ വിഷു ആഘോഷിക്കുന്നത്. ഞാനും ഗ്രീഷ്മയും ഗ്രീഷ്മേൻ്റെ അച്ഛനും കൂടി നമ്മളൊരു ഹിഡൻ സ്പോട്ടിൽ വന്ന് കണ്ടോ കണിക്കൊന്ന എത്രയാണെന്ന്. ഫുൾ കണിക്കൊന്ന പറിക്കാൻ വേണ്ടി വന്നേ. അങ്കിളൊക്കെ കണ്ടോ? അങ്കിളൊക്കെ വരും. അങ്കിളിപ്പോൾ വരും. നോക്കിയാ കണ്ടോ ഒരു കൊല. അടുത്ത വിഷുവിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ കണിക്കൊന്ന് വെച്ച് പിടിപ്പിക്കാൻ പോവാണ്. പഠിക്കുകയാണെങ്കിൽ വിഷുവിന്റെ തലേന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എന്താ ഗസ്റ്റ് ചെയ്യാൻ പറ്റും? എന്താ ഉണ്ടാക്കുന്നത്? വെജാണോ നോൺ വെജാണോ? ഇപ്പൊ ആൾക്കാർ വിചാരിക്കും പിന്നെ നീയൊക്കെ എന്താ കഴിക്കുന്നത് ഗസ്റ്റ് ചെയ്തല്ലേ ഞങ്ങളുടെ പണി. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടില്ല ഗസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ആരുമില്ല. ഗ്രീഷ്മന്റെ അമ്മയും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ആന്റി ഉണ്ടാക്കണമെന്ന് അറിയോ? കൊഞ്ച്, ചെമ്മീൻ, മുരിങ്ങയ്ക്ക, തക്കാളിക്ക കറി. പിന്നെന്താ ഗ്രീഷ്മ? പിന്നെ മീൻ വറുത്തത്. എന്ത് മീനാമേ? അയല അല്ലേ ആന്റി? അയല വറുത്തത്. പിന്നെ മാങ്ങ പച്ചടി. കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തത്. അത് നാളത്തേക്ക് വേണ്ടി. നമ്മൾ എല്ലാ ജോലികളും ഈസി ആക്കുക എന്നാണ് നമ്മളുടെ പണിയെടുക്കുന്ന ഗ്രീഷ്മ. എന്താ ആത്മാർത്ഥത? ഇല്ല 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 മാള് ജോലി എടുക്കുന്ന കണ്ടില്ലേ? ഷോപ്പിങ്ങിന് പോവാ. എവിടെയാണെന്ന് പ്ലാൻ ചെയ്തില്ല. കാണുന്ന കടയിൽ കയറും. പക്ഷെ എല്ലാ സാധനവും ഒരു സ്ഥലത്ത് എവിടെ കിട്ടുമോ അവിടെ നമ്മൾ കയറുന്നതായിരിക്കും. കാരണം കഷ്ടപ്പെടാനും മെനക്കെടാനും പണ്ടേ നമുക്ക് വയ്യ. പോയിട്ടില്ല. പക്ഷെ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. മിക്കവാറും വെയിലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റില്ല. അതെ, ഏത് കളറായാലും എന്താ പ്രശ്നം? നമ്മൾ ഇന്നർ ബ്യൂട്ടിയാണ് നോക്കുന്നത്. ഓക്കെ, അതെനിക്ക് ധാരാളം ഉണ്ട്. കുറച്ച് കൂടുതലാണെങ്കിലേ ഉണ്ട്. മനസ്സ് നല്ലതാ. അതുകൊണ്ട് എന്താ അതിലും പോയി പെടും. എല്ലാ ചെടിയിലും കുഴിയിലും പോയി പെടും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നല്ല ചെയ്യാൻ തുടങ്ങിയിട്ടായി. നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു. വിദ്യാരണ്യപുരം സ്റ്റുഡിയോയിൽ വന്നു. ദേക്കോ ഷോർട്സ് ഒക്കെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കുക. കൺഫർമേഷന് വേണ്ടി അയച്ചിട്ടുണ്ട്. ഇനി കൺഫർമേഷൻ കിട്ടിയിട്ട് വേണം പ്രൊസീഡ് ചെയ്യാൻ. നമ്മൾ റിജക്ട് ചെയ്തില്ല. നമ്മൾ കൺസിഡറേഷനിൽ വെച്ചിട്ടുണ്ട്. നമ്മളിനി അടുത്ത കടയിലേക്ക് പോവാം. എന്ത് കഴിക്കാമെന്ന ഗ്രീഷ്മ? നമ്മൾ മസാലപ്പൊരി, പാനിപ്പൊരി. അത്ര വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടല്ല ഇറങ്ങിയത്. കഴിച്ചു, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ മസാലപ്പൊരിയും പാനിപ്പൊരിയും കഴിച്ചു. വീട്ടിൽ എന്തൊക്കെ കഴിച്ചു? വയറ് നിറച്ചു. അത് ശരിയാ. വീട്ടിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്ന് വെച്ചാൽ ചോറ് കഴിച്ചു, വയറ് നിറച്ച് മൃഷ്ടാന ഭോജനം കഴിച്ചു, ചോറും കറികളും. എന്നിട്ട് വീണ്ടും കഴിക്കാം അല്ലേ? വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ചായയും ചിപ്സും കഴിച്ചു. പിന്നെ വീണ്ടും മസാല. സോ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിതരായി വന്നു തിരിച്ച്. ഇല്ല, എന്തൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പ് ചെയ്തു. ഗ്രീഷ്മയ്ക്കായിരുന്നു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഗ്രീഷ്മ ഷോപ്പിംഗ് ചെയ്തു. പിന്നെ നമ്മള് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നമ്മള് മസാലപ്പൂരിയും പാനിപ്പൂരിയും കഴിച്ചു. എന്നിട്ട് എൻ്റെ കസിന്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. അവിടെ നമ്മൾ രണ്ട് പുതിയ ആൾക്കാരെ കണ്ടു. പിന്നെ കസിന്റെ വീട്ടിൽ പോയി. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് വിഷുവിടെ വീഡിയോ ഈ കൂടെ തന്നെ ഇടാമെന്ന് തന്നെയാണ്. പക്ഷെ കുറെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ 2 വീഡിയോ ആക്കി ഇടാമെന്ന്. സോ ഇതൊരു വീഡിയോ, നാളെ വിഷുവിടെ വീഡിയോ വേറെ വരുന്നതായിരിക്കും. അതുവരെ
നമ്മളുടെ ഫസ്റ്റ് വ്ലോഗായത്. സോ വലിയ നല്ലതായിട്ടൊന്നും അറിയത്തില്ല എന്താ ചലച്ചതൊക്കെ നല്ലതാണോന്നും പോലും അറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നും അറിയില്ല, ക്യാമറ ആംഗിൾസ് എങ്ങനെയാണെന്ന് അറിയില്ല, എഡിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ലൈക്കും ഒരു ചെറിയ സബ്സ്ക്രൈബും ഒരു ചെറിയ ലൈക്ക്. അങ്ങനെയല്ല, എന്താ പറയല ഇനി